ഹലോ, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ലേഡീസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ കോളേജിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാജലായിരിക്കും. ഇതിപ്പം സ്മഡ്ജ് പ്രൂഫ് ആണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷെ ഇതുപോലുള്ള കാജൽ യൂസ് ചെയ്തിട്ടാണ് പൊതുവെ ഗേൾസ് ഒക്കെ കോളേജിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് അവേഴ്സ് കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സ്മഡ്ജ് ആയിട്ട് കാണാം. അതെന്ന് പറയുന്നത് ശരിക്കും വൃത്തിയായിട്ടാണ് കാണാൻ. അപ്പോൾ അങ്ങനെ സ്മഡ്ജ് ആവാതെ ഡേ മുഴുവൻ നമുക്ക് നന്നായിട്ട് കണ്ണിരിക്കാൻ വേണ്ടിയിട്ടുള്ള 5 ടിപ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ നമ്മുടെ ടിപ്പ് എന്താന്ന് വെച്ചാല്, ഞാനിവിടെ ഒരു കോട്ടൺ ബൗൾ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഐസ് ക്യൂബ്സ് ആണ് ഉള്ളത്. ഒന്നുകിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരു കോട്ടൺ ബൗൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു കോട്ടൺ ഷീറ്റ് എടുത്തിട്ട് അതിൽ ഐസ് ക്യൂബ്സ് വെച്ച് റോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇങ്ങനെ കണ്ണിന് ചുറ്റും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെയ്യുന്നത് വഴി നമ്മുടെ ഡാർക്ക് സർക്കിളിനും നല്ലതാണ്. ഇങ്ങനെ അധികം ഡാർക്ക് സർക്കിളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് അതും യൂസ്ഫുൾ ആയിപ്പോൾ അതിന് വേണ്ടി മാത്രമല്ല, അപ്പം ഇങ്ങനെയും ചെയ്യാം. അങ്ങനെ ഒരു 5 മിനിറ്റ് നിങ്ങളിങ്ങനെ 2 കണ്ണിനും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതുമാത്രമല്ല, നമുക്ക് കണ്ണിന് നല്ല തണുപ്പും കിട്ടും, റിലാക്സിങ് ഫീൽ ആയിരിക്കും. അതുമാത്രമല്ലാണ്ട് നമ്മുടെ കാജൽ അങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇത് എൻ്റെ കയ്യിലുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ആണ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഡോക്ടർ ഷെത്തിന്റെ മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മോയ്സ്ചറൈസർ ആണെന്ന് വെച്ചാൽ അതെടുക്കാം. അഥവാ നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസർ ഇല്ലാന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ BB ക്രീമോ CC ക്രീമോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് എടുത്തിട്ട് ഞാൻ കുറച്ച് എൻ്റെ ഫിംഗേഴ്സിലേക്ക് എടുക്കാണ്. കുറച്ച് എമൗണ്ട് എടുത്താൽ മതി. താഴെയും മുകളിലുമായിട്ട് 2 കണ്ണിനും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. മുകളിലും താഴത്തായിട്ട് കേട്ടോ. കണ്ണിൻ്റെ ഉള്ളിൽ പോകാതെ നോക്കണം. അത്ര ഈ ഒരു അറ്റത്ത് നമ്മൾ താഴെയാണ് കണ്ണിൻ്റെ ഈ ഒരു പോർഷനിലാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആവാതെ നോക്കാം. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇതില്ലാന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ BB ക്രീമോ CC ക്രീമോ അപ്ലൈ ചെയ്യണം കേട്ടോ. നേരത്തെ നമ്മൾ ഐസ് ക്യൂബ്സ് മസാജ് ചെയ്ത പോലെ തന്നെ 2 താഴെയും മുകളിലും നന്നായിട്ട്, കുറേ എമൗണ്ട് എടുക്കരുത്, കുറച്ച് എമൗണ്ട് മാത്രമേ എടുക്കാവൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഉടനെ തന്നെ നമ്മൾ കാജൽ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് മുതൽക്ക് കണ്ടുവരുന്ന സംഭവമാണ്, നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ കൺമഷി കൊണ്ട് നമ്മൾ പൊട്ട് ഇട്ട് കൊടുത്തിട്ട് അവിടെയും പൗഡർ യൂസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല, ഒരുവിധ ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നുണ്ട്. കാരണം ഞാനൊക്കെ അധികം പൗഡറാണ് യൂസ് ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള എല്ലാ ടിപ്സ് ഒന്നും യൂസ് ചെയ്യില്ല. ഏത് പൗഡറായാലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് പോൺസ് ആയാലും ഏത് പൗഡറായാലും എടുക്കാം. കുറച്ച് എമൗണ്ട് നമ്മൾ കയ്യിലെടുക്കാം. കോമ്പാക്ട് പൗഡർ ആണെങ്കിൽ അതെടുക്കാം, കുറച്ചെടുക്കാം, കുറച്ചെടുക്കണ്ട കേട്ടോ. ഇത് നമുക്ക് 2 തരത്തിൽ യൂസ് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ കാജലിടുന്നതിന് മുന്നേ ഒന്നിതാവും മുകളിലും നന്നായിട്ട് കൊടുക്കാം. ഓക്കെ, എനിക്ക് തോന്നി ഇതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ, നമ്മൾ കാജലിട്ട ശേഷം നമ്മൾ അണ്ടർ ഐയിലും ഇവിടെ മുകളിലും ഇട്ട് കൊടുക്കാം. അപ്പം അതാവുമ്പം ചിലപ്പോൾ നിങ്ങൾ ഇട്ട കാജൽ ചിലപ്പോൾ പരന്നു പോകാം. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഇങ്ങനെ ബിഫോർ ചെയ്യുന്നതാണ് കേട്ടോ. ഇടുന്നതിന് ബിഫോർ നിങ്ങൾ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തിട്ട് ഓക്കെ, ചുറ്റിലത് കവർ ചെയ്യാം, നന്നായിട്ട് കവർ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാജൽ ഒരിക്കലും പരന്നു പോയില്ല. ഓക്കെ, ഇനി അടുത്ത 2 ടിപ്സ് കാജൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കാജൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിടുമ്പോൾ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ നമ്മൾ ഇന്നർ പോർഷൻ, കണ്ണ് തുടങ്ങുന്നിടത്ത് നിന്ന് ഇന്നർ പോർഷൻ നമ്മൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. ഇവിടെ നിന്ന് കുറച്ച് വിട്ടിട്ട് നമ്മുടെ ഐലാഷസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ടിട്ടാണ് നമ്മൾ ശരിക്കും കാജൽ അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മുന്നിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യും അവിടെ ഇന്നർ പോർഷനിൽ തൊട്ട്, അപ്പോൾ അവിടെ നിന്ന് നമ്മളെ കണ്ണിൽ വെള്ളം വരാൻ തുടങ്ങും. കണ്ണിൽ വെള്ളം വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് സ്മഡ്ജ് ആവും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അതും നമ്മുടെ വാട്ടർ ലൈൻസിന് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. വാട്ടർ ലൈൻസിന് വേണ്ടി മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇനി ഇത് വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് കുറച്ചുകൂടി താഴോട്ടേക്ക് സ്മഡ്ജായി വരും. പക്ഷെ അതിലും കൂടുതൽ നമ്മൾ എന്ത് ചെയ്തില്ല, താഴെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതിനേക്കാൾ സ്മഡ്ജ് ആവും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വാട്ടർ ലൈന് മാത്രം എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, രണ്ടും ഞാൻ വാട്ടർ ലൈനിന് മാത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് പോർഷൻ വിട്ടിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഇന്നർ പോർഷനിൽ കുറച്ച് നമ്മൾ വിട്ടിട്ട് ലാഷസ് ഒന്ന് തുടങ്ങാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ താഴെ 2ലും എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്യണം. മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ സ്മഡ്ജ് ആവാതിരിക്കാൻ നമ്മൾ കാജൽ കൊണ്ട് എഴുതുവാണെങ്കിൽ, നമ്മൾ മുകളിൽ എഴുതുമ്പോൾ നമ്മൾ കാജലാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ഇവിടെ തൊട്ട് നമ്മൾ ഇതിങ്ങനെ ജസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം.
എന്നിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ എഴുതി കിട്ടും. ഇപ്പം ഞാൻ വാലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. കാജൽ കൊണ്ട് നമ്മൾ അധികം വാലിട്ട് കൊടുക്കാത്തതാണ് ബെറ്റർ. വാലിട്ട് കഴിഞ്ഞാൽ അത് വൃത്തിയിടാവും. ഞാൻ ഇപ്പുറവും സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ക്യാമറ നോക്കി എടുക്കുമ്പോൾ അത്ര വൃത്തി കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ 2 സൈഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ബഡ്സ് വെച്ചിട്ട് അത് ചെയ്യാം. കാജൽ കൊണ്ട് ചെയ്യുന്നത് ബഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാം. അടുത്ത 4ാമത്തെ ടിപ്പാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാജൽ അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ഐലൈനർ ആണ്. അപ്പോൾ നമ്മുടെ ഐലൈനർ വാട്ടർ പ്രൂഫ് എടുക്കാൻ നോക്കാം മാക്സിമം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റേതാണെങ്കിൽ പോലും നമ്മൾ താഴെ ഐലൈനർ വരച്ചു കൊടുക്കേണ്ടവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാജൽ ഇട്ട ശേഷം ഐലൈനർ താഴെ വരച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ സ്മഡ്ജ് ആവാതിരിക്കും. അപ്പോൾ ഈ സ്മഡ്ജ് ആവാതിരിക്കാനുള്ള അടുത്ത ടിപ്പിൽ പറയുമ്പോൾ നമ്മൾ കാജൽ യൂസ് ചെയ്തിട്ട് താഴെ ഐലൈനർ കൊടുക്കുന്നതാണ്. ഐലൈനർ ഇടാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ കുഴപ്പമില്ല. എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നമ്മൾ വാട്ടർ ലൈനിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എടുത്തിട്ട് അത് അധികം അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാനങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. ആദ്യം താഴെ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. പൊതുവെ താഴെ ഐലൈനർ ഇടാറേ ഇല്ല, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ. താഴെ ഇട്ട് ഇനി മുകളിൽ കണക്ട് ചെയ്യണം. താഴെ മുകളിലും കൂടിയിട്ട് കണക്ട് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് എൻ്റെ ഐ ഷാഡോ പാലറ്റ് ആണ്. ഓക്കെ, ഐ ഷാഡോ പാലറ്റ് എടുത്ത് ബ്രഷ്. അപ്പോൾ ഇപ്പോൾ ടിപ്പ് പറയുമ്പോൾ എനിക്കിതിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏത് ഐ ഷാഡോ പാലറ്റാലും കുഴപ്പമില്ല, പക്ഷെ അതിൽ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാവണം എന്ന് മാത്രം. ഓക്കെ, അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് ഇല്ല, ഒരു ബ്രൗൺ ഈ ഒരു ഷെയ്ഡാണ് ഉള്ളത് അതിന് പകരം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ട് കാണിക്കുന്നില്ല, ഇതിന് മുകളിൽ ഇടാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ എടുക്കുന്ന ഷെയ്ഡ്. അപ്പോൾ ഇതെടുക്കാൻ പാടില്ല, ബ്ലാക്ക് തന്നെ വേണം. ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിന് ബ്ലാക്ക് ഷെയ്ഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് എമൗണ്ട് എടുത്തു, എക്സസ് ആയത് കളഞ്ഞു. നമ്മൾ കാജൽ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ഇതിന് ഐലൈനർ യൂസ് ചെയ്ത്, ഞാനിപ്പോൾ താഴെ യൂസ് ചെയ്തല്ലോ, ഓൾറെഡി ഐലൈനർ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ആ ഐലൈനർ യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാജലിട്ട താഴെ തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾ ഐലൈനർ യൂസ് ചെയ്യുന്നത് ഒരു ഷെയ്ഡ് പോലെ താഴെ 2 സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കാജൽ ഇട്ടിട്ട് ഐലൈനറിന് പകരമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും സ്മഡ്ജ് ആവാതെ നിങ്ങൾക്ക് നന്നായിട്ട് ഐലൈനർ കാജലും ലോങ് ലാസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ അവസാനത്തെ ടിപ്പ്. ഈ 5 ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ 5 ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. 5ഉം ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സ് തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാജൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിലേതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് നിങ്ങൾ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവരും ചെയ്തിട്ട് എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.